ഡേ ബംഗളൂരിൻ്റെ CEO ആയ മന്ദട്ടാമിനെ നോർത്ത് ഈസ്റ്റ് കൊണ്ടുവന്നത് ചുമ്മാ ഒന്നുമല്ല. കാരണം നോർത്ത് ഈസ്റ്റിന് ഉയരാനുള്ള ഏറ്റവും വലിയൊരു കാരണങ്ങളിലൊന്ന് മന്ദട്ടാമിന് തന്നെയാണ്. കാരണം BFC അവരുടെ വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ അല്ലെങ്കിൽ അവരുടെ സൈനിങ്സിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ആ ഒരു മേധാവി തന്നെയാണ് മന്ദട്ടാമിനെ. അവരുടെ CEO ആയിട്ടൊക്കെ ഇരുന്നു നല്ല നല്ല പ്ലേയേഴ്സിനെ നല്ല താരങ്ങളെ കൊണ്ടുവന്നു. BFC കപ്പ് വരെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇത് കണ്ടിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മന്ദട്ടാമിനെ കൊണ്ടുവന്നു. കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച സൈനിങ്സ് തന്നെ. മൊറോക്കൻ താരമായ അലാദീനൊക്കെ ആണെങ്കിലും മികച്ച സൈനിങ് ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഇടയ്ക്കും ഒരു സൈനിങ് നടത്തി, അത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ പുറേന്ന് അടുത്തൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അവരൊരിക്കലും അടങ്ങിയിരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഐലാൻഡേഴ്സ് അവരെ ജെറോ സാംപേറോ എന്ന് പറയുന്ന ഒരു സ്പെയിൻ താരത്തെ, ഒരു കിടിലൻ ഐറ്റത്തെ ISLലേക്ക് അവർ ഇറക്കുകയാണ്. നമ്മൾ താരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കരിയറിൽ ഉടനീളവും 7-8 തവണ സ്പെയിനിൽ തന്നെ കളിച്ച ഒരു താരമാണ് ജെറോ സാംപേറോ എന്ന് പറയുന്നൊരു താരം സ്പെയിൻകാരനാണ്. ഹൈറ്റ് ഏകദേശം 1.72 cm ആണ് ഹൈറ്റ് വരുന്നത്. പൊസിഷൻ റൈറ്റ് വിങ്ങറാണ് താരം. നോർത്ത് ഈസ്റ്റ് ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അവിടെ 42% കാണിക്കുന്നത്. വേറെ ആരും റേസിലില്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാത്രമാണ്. പിന്നെ മെയിൻ പൊസിഷൻ റൈറ്റ് വിങ്ങറാണ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ പൊസിഷൻ റൈറ്റ് വിങ്ങറാണ് താരം. പിന്നെ വേണമെങ്കിൽ അനദർ പൊസിഷനായിട്ട് ലെഫ്റ്റ് വിങ്ങും താരം കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, താരം അത്യാവശ്യം നല്ല ഭൂരിഭാഗവും സ്പെയിന് വേണ്ടിയാണ് താരം ചെലവഴിച്ചത്. റൈസിംഗ് UIA എന്ന് പറയുന്നൊരു ടീമിന് വേണ്ടി 2010-11-12 സീസണിൽ താരം അവിടെ കളിച്ചതാണ്. പിന്നെ ശ്രീവില്ല FC, അതും സ്പെയിനാണ്. അവിടെയും 13-14 സീസണിൽ അവിടെയും കളിച്ചാണ്. പിന്നെ ജർമ്മനി വരുന്നു, FCU Man 05 എന്ന് പറയുന്ന ടീമിലും താരം നിർണായക സാന്നിധ്യമായതാണ്. പിന്നെ 17-18 സീസണിൽ 17-18 സീസണിലാണ് FCV എന്ന് പറയുന്ന ആ ക്ലബിൽ താരം കളിച്ചത്. പിന്നെ 17-18 സീസണിൽ ആ ഒരു സീസണിൽ തന്നെയാണ് താരം UD പ്ലാമസ് എന്ന് പറയുന്നൊരു ക്ലബിലും താരം കളിച്ചത്. പിന്നെ താരത്തിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 1.2 ക്രോറാണ് താരത്തിൻ്റെ കറണ്ട് വാല്യൂ. പിന്നെ ഹയസ്റ്റ് വാല്യൂ ആയിട്ട് 48 CR ആണ് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് താരത്തിൻ്റെ അവിടെ കാണിക്കുന്നത്. താരം ഇപ്പോൾ തന്നെ താരത്തിൻ്റെ റേഞ്ച് മനസ്സിലായി കാണും. താരം അത്യാവശ്യം നല്ല മികച്ച താരം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊത്തിയിരിക്കുന്നത് ചെറിയ മീനെ അല്ല, അത്യാവശ്യം നല്ലൊരു വലിയ മീനെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊത്തി തങ്ങളുടെ കൂടാരത്തിലാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത സീസണിൽ അവരുടെ തേരോട്ടവും നമുക്ക് കാണാം. കഴിഞ്ഞ സീസണിനെക്കാട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അലാദീനൊക്കെ അവരുടെ കൂടെ ഉണ്ട്, മാന്ത്രികൻ. അടുത്ത സീസണിൽ റൈറ്റ് വിങ്ങിൽ അവരുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ജെറോ സാംപേറോ എന്ന് പറയുന്നൊരു സ്പെയിൻകാരൻ അവരുടെ കൂടെ ചാണക്യനായിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റ നിരയിലെ തീപ്പരിയായിട്ട് കൂടെ കാണും.